ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പ്ലേ ചെയ്ത ഈ ക്ലീൻ ഷോട്ട് പാട്ടായിരുന്നു. എന്തായാലും കോപ്പി റൈറ്റ് ഉറപ്പായിട്ടും ഉണ്ട്. ജസ്റ്റ് പ്ലേ ചെയ്ത് തരാം. അതായത് ഇങ്ങനെ പോയാൽ ഓഡിയോ ക്വാളിറ്റി ഉറപ്പായിട്ടും വീക്കായിരിക്കും. സോ ഞാൻ കേൾക്കാതങ്ങ് ചെയ്ത്. സോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇതേപോലെ കൂൾ ഫിലിമും അതേപോലെ ഇതിൻ്റെ അകത്തൊരു സ്റ്റീരിയോ ഉണ്ട്. പക്ഷേ അത് ആർക്കമെൻ്റ് സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. എന്നാലും ഒന്ന് മാറ്റാമെന്ന് ആലോചിച്ച് അങ്ങനെ 2K ഡയമണ്ട് എന്നുള്ള ഡിസ്പ്ലേ ഒക്കെ വരുന്നില്ല. അപ്പം അത് ഒരെണ്ണം വെക്കാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. എന്നേ പ്ലാൻ ഇട്ടത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്ന് ഒത്തു കിട്ടിയത്. ഇപ്പം നമ്മൾ കൊട്ടായിലുള്ള കാർ പ്ലാസയിലാണ് പോകുന്നത്. അതിനകത്ത് ഓൾറെഡി ഉള്ള സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതേപോലെ വെച്ച് കഴിഞ്ഞുള്ള ക്വാളിറ്റിയും ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ഞാൻ ഓൾറെഡി നല്ല റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഐ തിങ്ക് ചിലപ്പോൾ അത് വേഴ്സ് ആവും, ചിലപ്പോൾ അത് ബെറ്റർ ആവും. മിക്കവാറും വേഴ്സ് ആവാൻ ഞാൻ സാധ്യത. കാരണം അത് ഓൾറെഡി ഒരു ആർക്കും സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. പക്ഷേ മറ്റേനകത്ത് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു 52 വാട്ട് ഇൻഡിവിജ്വൽ സ്പീക്കറിൻ്റെ ഔട്ട് വരുന്നൊരു ആംപ്ലിഫയർ സംതിങ് എന്തോ വരുന്നത്. സോ കറക്റ്റ് തന്നെ അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇനി കൊട്ടായി വെച്ചാണ്. നല്ല മൂടിയ അന്തരീക്ഷമാണ്. മഴക്കോള് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തായിരുന്നു ഇതിൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനത്തിനെ പറ്റി. ഞാൻ അത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. എന്നിട്ട് മാറ്റണമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തത്. സോ നമ്മളിപ്പോൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ഇനിയിപ്പം എൻ്റെ ഗ്ലാസ് എല്ലാം ഒട്ടിക്കണം. ഞാൻ ഒന്നുകൂടെ തിരിച്ചെടുത്തപ്പോൾ അതുണ്ട്. വേറെ ഓൾറെഡി ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി എനിക്ക് ബാക്കി അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് ഷോർട്ട്സായിട്ട് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണെന്ന രീതിയിൽ ഞാൻ നോക്കിയത്. ഇങ്ങനത്തെ വാട്ടർമാർക്ക് കണ്ടോ, ഇതാണ് ഗാർവെയറിൻ്റെ ഒട്ടിക്കുന്ന ഫിലിം. ഫ്രണ്ട് ഗ്ലാസ്സിലും ബാക്കി 4 പിന്നെ ബാക്കിലത്തെ തൽക്കാലം ഒട്ടിക്കുന്നില്ല. ബാക്കിലത്തെ ആ ഡിഫോഗർ ഉണ്ടായിട്ട് ചിലപ്പോൾ അതിനകത്ത് എയർ മോളിക്യൂൾസ് കയറിയിരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഓണാക്കുമ്പോൾ. അത് വെക്കുന്നതിന് മുമ്പുള്ള ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഈ സെറ്റ് മാറും. ഇത് ഈ ഒരു പാനൽ മാറി ഇത് അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത് മറ്റേ ആ സാധനം ഇരിക്കും. അങ്ങനെയാണ് സംഭവം വരുന്നത്. ഒരു ഫിലിം ഒട്ടിക്കാന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് സയൻസ് പരമായ കാര്യങ്ങൾ കുറച്ചൊരു ഡെപ്തായിട്ട് ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കൂളിംഗ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ ബേസിക് പർപ്പസിന് എല്ലാവർക്കും അറിയാം. അതായത് ഹീറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള പരിപാടിയാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഈ ഗാർവെയർ എക്സ്ട്രാ ഫിലിം തന്നെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഗാർവെയറിൻ്റെ ഫിലിംസിൻ്റെ 70% വരുന്ന ഈ ഫിലിമിനെ പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അലൂമിനിയത്തിൻ്റെ നാനോ പാർട്ടിക്കിൾസാണ് വരുന്നത്. ഞാൻ നോക്കി വെച്ചാറുണ്ട്. അലൂമിനിയം നാനോ പാർട്ടിക്കിൾസും അതേപോലെ തന്നെ സ്പെഷ്യൽ കോട്ടൺ ഡൈസ് അങ്ങനത്തെ യൂഷ്വലി വരുന്നത്. ഈ അലൂമിനിയത്തിൻ്റെ നാനോ പാർട്ടിക്കിൾസ് പറയുമ്പോഴത്തേക്ക് ഇത് എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു സോളാർ ലൈറ്റിനെ അത് റിഫ്ലക്ട് ചെയ്ത് കളയും. ഒരു ടെമ്പറേച്ചർ ക്യാബിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ബേസിക്കലി ഒന്ന് ഉദ്ദേശിക്കുന്നത്. ചിലത് അലൂമിനിയം യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലത് കോസ്റ്റ്ലി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലതിൻ്റെ ഡൈസ് മാറ്റുന്നവരുണ്ട്. അപ്പം പല പ്രോപ്പർട്ടിയും പല കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നത് പല രീതിയിൽ അവർക്ക് റിക്വയർമെൻറ്റ്സ് ചെയ്ത് കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യുന്നവരുണ്ട്, കോസ്റ്റ് കൂടി ചെയ്യുന്നവരുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, സയൻസ് ബിഹൈൻഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രെയിം. ഈ ഫ്രെയിമിനകത്താണ് പിന്നെ മറ്റേ ആ ഒരു ഫിക്സ് ചെയ്യുന്നത്. സോ ഫ്രെയിം ഇപ്പം വന്നതേ ഉള്ളൂ, ഇപ്പോഴാണ് വന്നത്. ഇനിയിപ്പോൾ കുറേ ഇളക്കിക്കൊണ്ടിരിക്കുക. സോ അതിപ്പം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഓൾഡ് സെറ്റ്. അതും ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഉദ്ദേശമില്ല. അതുപോലെ ഇത്
നല്ല പഴുത്തിരിക്കുന്നു. അത്രയൊക്കെ ചൂടാവുമോ സാധനം? എന്ത് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഇൻവെർട്ടറൊക്കെ അല്ലേ, ഇൻവെർട്ടറിൻ്റെയൊക്കെ ആ UPS സിസ്റ്റം അല്ലേ, അത് ചൂടായിരിക്കും. ഇതൊക്കെ വീട്ടിൽ കൊടുക്കാൻ എത്ര ആംപിയർ കറണ്ടൊക്കെ ഉള്ള സാധനമൊക്കെയാണോ എന്തോ ഒരു പിടിയില്ല. നോക്കാം, എന്തായാലും വെക്കാൻ നോക്കണത്. ഇങ്ങനത്തെ സൗണ്ട് ഔട്ട്പുട്ടൊക്കെ സെറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നോക്കാം. ഇതിപ്പം മൊത്തം അഴിച്ചു വെച്ച്, അപ്പം അഴിച്ചത് ആ ചേട്ടന് റോബിനും ഈ ചേട്ടൻ നീരജുമാണ്. അവരെന്തായാലും ഇപ്പം സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഡിസ്പ്ലേ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. സോ ഇതാണ് ആ ഒരു സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഫിക്സ് ചെയ്യണം. വേരിയെന്ന് പറയുമ്പോഴത്തേക്ക് TS10 Pro എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വരുന്ന സാധനമാണ്. ഇത് 6GB RAM 6GB ROM വരുന്ന QLED പാനൽ വരുന്നത്. ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഞാൻ കുറേ തപ്പ് ചെയ്ത് ഓൺലൈൻ, പക്ഷേ എനിക്കൊന്നും ഈ ബ്രാൻഡ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ലാൻകാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പുറത്താണ് എന്റെയും ഇല്ല വാല്യൂ അസൈൻ ചെയ്യുന്ന പോലെ അവരുടെ ഫംഗ്ഷൻ അസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരു ക്യാമറ സെറ്റ് ചെയ്ത് ഓൾറെഡി ഒരു കമ്പനി ക്യാമറ ഉണ്ടായിരുന്നു, ഇത് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറെ വലിയ സെറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ക്യാമറ എടുത്ത് വെച്ചു. നമ്മളിപ്പം ഇതിലാണ് വെറുതെ പേയ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇറങ്ങാം. സോ അപ്പം നമ്മളിപ്പം വലിയ നല്ല നോയ്സ് ആയിരുന്നു. ഞാൻ കുറേ ക്യാപ്ചർ ചെയ്ത് കുറച്ച് ബിയറോൾസ് ആയിട്ട് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ, കാരണം നല്ല നോയ്സ് ആയിരുന്നു. ഗണപതി അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഭാഗവത പാരായണം അതൊക്കെയായിരുന്നു. ഗാർവയറിൻ്റെ ഒരു കൂൾ ഫിലിം ഫ്രണ്ടിലും സൈഡ് രണ്ട് മിററിലും. ബാക്കിയില്ല, ബാക്കി ഡിഫോഗർ ഉണ്ടാകും. ചിലപ്പം ഓണാക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എയർ ബബിൾസ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടും പിന്നെ അത് ഇളക്കാൻ പാറായതുകൊണ്ട് പിന്നെ ഒരു സമയത്ത് നോക്കും, അതുകൊണ്ട് അത് രണ്ടും ചെയ്തില്ല. ബാക്കി യാത്ര ചെയ്തു. പിന്നെ ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞൊരു സീരിയോ സിസ്റ്റത്തിൻ്റെ നമ്മളൊരു ഇതും കൂടെ ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് സീരിയോ സിസ്റ്റം വിച്ച് ഇസ് ദ ഡയമണ്ട് 2K ഡയമണ്ട് എന്ന് പറഞ്ഞൊരു തട്ടിച്ച് ട്രെൻഡിങ് ആയിരുന്ന സാധനമായിരുന്നു. ജസ്റ്റ് എളുപ്പത്തിൽ കാണിക്കാൻ തോന്നുന്നത് ആ സെയിം സാധനം, അത് ആ സെയിം സാധനം. ഇപ്പം എല്ലാം വർക്കിംഗ് ആണ്. ഞാൻ ഇപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നിപ്പോൾ ഇവരൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂ എടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് മൊത്തം വെളിയിലായിരുന്നു. പിന്നെ ഇപ്പം ഫിലിം ഒട്ടിക്കുകയാണ്. ഫിലിം ഫ്രണ്ട് ഒട്ടിച്ചതായി, സൈഡ് പറഞ്ഞാൽ ഒട്ടിച്ചു, വാക്കിംഗ് ഒട്ടിക്കുന്നുണ്ട്. അപ്പം സമയം ഇപ്പോൾ എനിക്ക് ഒന്ന് 1:30 ആയി. ചോറ് കഴിച്ചില്ല. വേണമെങ്കിൽ ഇവിടെ ഗണപതി പോയി കഴിക്കായിരുന്നു. പിന്നെ വെയിൽ നടക്കാൻ വയ്യാത്തതുകൊണ്ടും പിന്നെ അങ്ങോട്ട് ഈ തിരക്കത്ത് പോകുന്നതുകൊണ്ടും അവർക്ക് നല്ല തിരക്കായിരിക്കും. പക്ഷെ പോയാൽ കൊള്ളായിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥ അല്ലാണ്ടാണ് ഇപ്പം വിളിച്ചോണ്ട് വരുന്നു. പക്ഷെ ഇപ്പം നാട്ടിലില്ല, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയേനെ. ഒറ്റയ്ക്ക് പോയത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ബാക്കി എന്തോ എല്ലാ കാര്യങ്ങളും നല്ല അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇടയ്ക്ക് ചെറിയൊരു ലാഗായിപ്പോയി, ചില പേഷ്യൻ്റ് ഇഷ്യൂസ് ആണെന്ന് കാര്യമായത് എല്ലാവർക്കും ഉണ്ട് അവരുടേതായ കാര്യങ്ങൾ. സോ ഇനി നമ്മൾ ഡെയിലി ഇരുന്നതായിരിക്കും അറ്റ്മോസ്റ്റ് ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ. അതേപോലെ വേറൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇത് എന്തുകൊണ്ടാണ് കോൾ ഫിലിമിൻ്റെ നെസസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കേരളത്തിൽ നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. നല്ല ഒരു April to അല്ലെങ്കിൽ February സ്റ്റാർട്ടിങ്ങോടെ ഇപ്പം നല്ല ചൂടായിരുന്നു. പക്ഷെ ഇപ്പം ഈ വന്ന സാധാരണ സമയത്തിനെ വെച്ച് ഇപ്പം നല്ല മഴയൊക്കെയാണ്. ഇപ്പം മിക്ക ദിവസങ്ങളിലെ വേനൽ മഴ നല്ലൊരു ശക്തമാവുന്നുണ്ട്. അത് കാര്യമില്ല, നോർമലി വരുമ്പോഴത്തേക്ക് നല്ല ചൂടാണ്. അപ്പോൾ ചൂട് ഉറപ്പായിട്ടും എല്ലാവരും കർട്ടൻസും അതും പിന്നെ ബ്ലൈൻഡ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും അതിനേക്കാൾ അപ്രോപ്രിയേറ്റ് എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളത് കൂൾ ഫിലിം ആയിരുന്നു. നമ്മുടെ ഈ കാറിൽ ഇൻബിൽറ്റ് കൂൾ ഫിലിം ഇല്ല. സോ അസ്വസ്ഥമായിട്ട് എനിക്ക് തോന്നി അങ്ങനെയുള്ള ഒറ്റയ്ക്കാണ്. ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞു കണ്ടാണ്. സോ ഇനി സയൻസ് ബിഹൈൻഡ് ദ കൂൾ ഫിലിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പം ഗാർവയറിൻ്റെ ഒരു കൂൾ ഫിലിമാണ് വെച്ചിട്ടുണ്ട്. എമൗണ്ട് സംതിങ് അവർക്ക് 4,500 സംതിങ് എന്തോ റേഞ്ച് വരുന്നുണ്ട് എൻ്റെ തിങ് ഒട്ടിക്കാൻ വേണ്ടി.
ഫ്രണ്ടും 4 ഗ്ലാസും ബാക്കും. നമുക്ക് UV-യും IR വരുന്നുണ്ട്. IR ഇൻഫ്രാറെഡ് സൺലൈറ്റ് ഉണ്ട്. ഇതിനെ ഫുള്ളി ബ്ലോക്ക് ചെയ്യാനാണ് ഇതുകൊണ്ട് ബേസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അകത്തെ കോക്പിറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലിരുന്നത് നല്ല രീതിയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല കൊട്ട വെയിലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ശോഭമാണ്. എവറായാലും കാർ പാർക്കിംഗ് ഒക്കെ ഇട്ട് AC ഒക്കെ ഓഫാക്കി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കയറുമ്പോൾ വണ്ടികളൊക്കെ പഴുത്തിരിക്കും. ഒന്നും വേണ്ട, ഫുൾ AC നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ട് വെയിൽ ഒന്ന് പോയി കിടന്നാൽ മതി. ആ ഫ്രണ്ടിൽ ഡാഷ്ബോർഡ് നല്ല രീതിയിൽ ചൂടടിച്ച് കയറുന്ന അറിയാൻ പറ്റും. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ഡാഷ്ബോർഡ് തന്നെ നല്ല രീതിയിൽ ചൂടടിച്ച് കയറുന്നത്. സോ അതുകൊണ്ട് ഞാൻ വിളിച്ചു എന്നെ വിചാരിക്കുകയാണ് ഇതേപോലെ സെറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആദ്യമേ ആലോചിച്ചത് എങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റി ഏത് രീതിയിൽ പറ്റും എന്നൊക്കെ. നമ്മൾ പറഞ്ഞു സയൻസിനെ പറ്റിയായിരുന്നു. അപ്പോൾ സയൻസ് വരെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഗാർവെയറിന് എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് 70% കട്ട് ഓഫ് ആണ് വരുന്നത് ഫ്രണ്ടിൽ. ബാക്കിയെല്ലാം നോർമൽ, ബാക്കിയെല്ലാം ചെറിയൊരു ഒരു ഇതുപോലത്തെ എനിക്കൊന്ന് 50-40 സംതിങ് എന്താണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒട്ടിക്കുന്നു. ലൈറ്റ് ഗ്രീൻ പിഞ്ച് പോലത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു. സോ ബേസിക്കലി പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓക്കെ അലൂമിനിയത്തിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആണ് ബേസിൽ വരുന്നത്. ഇത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ പല ഡൈസും യൂസ് ചെയ്യുന്നുണ്ട്. അതും കുറച്ച് റിഫ്ലക്ട് ചെയ്യാൻ തിരിച്ച് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനകത്തോട്ട് വരുന്ന സൺലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഒത്തിരി നിയമതടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ നല്ല രീതിയിൽ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് അതൊക്കെ മാറ്റി ആരൊക്കെ ഇതിന് എഫേർട്ട് എടുത്തു. അതുകൊണ്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നു. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി കാറുകളിൽ ഇപ്പോഴും കറുത്ത ഫിലിം, നല്ല കറുകറായിരിക്കുന്ന കറുത്ത ഫിലിം ഒട്ടുക ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ലീഗലി അലൗഡാണ്. സോ ഇപ്പോഴും ആൾക്കാർ ഒട്ടിക്കൊന്നില്ല എന്നൊന്നുമല്ല, പക്ഷെ നമ്മൾ കറക്റ്റ് നിയമാനുസൃതമായി ഉള്ള രീതിയിൽ ഒട്ടിച്ചേക്കുവാണ്. ഇപ്പം ഗണപതി അമ്പലത്തിൽ പറയുന്നത് കോളേജ് എൻജോയ്മെന്റ് പഠിച്ചൊരു NCC-യിലൊക്കെ ഉള്ളൊരു കൂട്ടുകാരനായിട്ടുള്ള ശ്രീജിത്തിനെ കണ്ടുമുട്ടി. അത് അവന് ഇതേപോലെ എന്തോ മാറാനായിട്ട് എന്തോ വന്നതാണ്. അവനെ കണ്ടുമുട്ടിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ റെക്കോർഡിങ്ങിലല്ലായിരുന്നു, വേറൊരു കോള് കഴിഞ്ഞ് നിന്നായിരുന്നു. റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് കണ്ടപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി മിസ്സാവുന്നു വ്ളോഗിനകത്ത്. അറ്റ്മോസ്ഫിയർ എല്ലാം ആടിയാൽ നോക്കായിരുന്നു മുതൽ. ചില സമയത്ത് അങ്ങ് ഷൈ വരും. ചിലപ്പോൾ അങ്ങ് മൈൻഡ് കൺട്രോൾ ചെയ്ത് വേറെ എന്തിനത് റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ള തോട്ടൊക്കെ ആയിപ്പോയി. അതായത് പരമാവധി കുറച്ച് സ്ഥലം ആൾക്കാർ ഫ്രണ്ട്ലി ആകാൻ പറഞ്ഞാൽ പിന്നെ അക്കൗണ്ടിൽ റെക്കോർഡ് ആവും. സോ നമ്മളങ്ങനെ ഗ്ലാസ് എല്ലാം ഒട്ടിച്ചിപ്പോൾ സെറ്റാക്കി. ബാക്ക് ഒട്ടിച്ചില്ല, ബാക്കിയെല്ലാം ഒട്ടിച്ചു. സോ ഇനി എനിക്ക് ഇവിടുന്ന് ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ല. അപ്പം ഞാൻ പഴയ ആ ഒരു സിസ്റ്റത്തിലെ ഓഡിയോയും ഈ പുതിയ വെച്ച ഈ സിസ്റ്റത്തിലെ ഓഡിയോയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പ്ലേ ചെയ്ത ഈ ക്ലീൻ ഷോട്ട് പാട്ടായിരുന്നു. എന്തായാലും കോപ്പി റൈറ്റ് ഉറപ്പായിട്ടും ഉണ്ട്. ജസ്റ്റ് പ്ലേ ചെയ്ത് തരാം. അപ്പം വേറൊരു സോങ് ആയിട്ടുള്ള വായനത്തെ ഒരു വീഡിയോ സോങ് ഉണ്ട്, തിങ് മ്യൂസിക് ഇന്ത്യയുടെ. അതൊരു കോപ്പിറൈറ്റ് സോങ് ആണ് ഓൾറെഡി. അതാ ഞാൻ പറഞ്ഞ വ്ളോഗിൽ നേരത്തെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാൻ മിസ്സായി പോയെന്ന്. സോ അതും കൂടെ കേൾപ്പിക്കാം. കോപ്പിറൈറ്റ് ആണ്. സോ ചെക്ക് ഔട്ട് ദിസ്. ആ ഡിഫറൻസ് ഞാൻ കേൾപ്പിച്ചു തരാം. That's the audio quality from that. Apart from all these things, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഓഡിയോ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഇനി ആരെങ്കിലും ഇതേപോലെ തേർഡ് പാർട്ടി ഓൺലൈൻ സ്റ്റീരിയോ ഓൺ ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഡിഫറൻസ് ഒന്ന് കേട്ട് നോക്കുക. ഓഡിയോ ക്വാളിറ്റി
മീൻസ് എൻ്റെ ഓൾറെഡി ഉള്ള ഓർക്കുമേറെ ഓഡിയോ നല്ല ഓഡിയോ ആയിരുന്നു തന്നെ പറയാം. ഇത് മാറ്റിയപ്പോൾ ഞാൻ കറക്റ്റ് മനസ്സിലായില്ല. മറ്റേ ഒന്നിൻ്റെ സാധനം ഇല്ലാതാവുമ്പോഴാണ് മറ്റെന്ത് ഗുണം അറിയുന്നത് പറയത്തില്ലേ, ആ സെയിം അവസ്ഥയാണ്. എന്നാലും നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ആംപ്ലിഫയറൊക്കെ എത്രയാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നോക്കണം എന്തായാലും. കൊള്ളാമെന്നുള്ളത് തന്നെ വെക്കണം, അല്ലാതെ പറ്റത്തില്ല, ഭയങ്കര പാടാണ്. ഞാൻ ഇന്നലെയൊക്കെ ഒരു വ്ലോഗിനെ റെക്കോർഡ് ചെയ്തിരുന്നു, ഇതിനെ താമസിച്ചപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനകത്തെ ഞാൻ സ്റ്റോം ബോക്സ് മിനി വാങ്ങിച്ചായിരുന്നു. അപ്പം ഇത് ഓഫ് ചെയ്തിട്ട് അതിനകത്തെ പാട്ടാണ് വെക്കുന്നത്, കാരണം അത്രയ്ക്ക് ശോകമായി തോന്നി എനിക്കിത്. സോ ദാറ്റ്സ് അവർ ഗോയിങ്. അപ്പം ഇത്രയുള്ള വ്ലോഗ് ബേസിക്കലി ഇത് തന്നെയായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അതായത് എനിക്ക് ഓഡിയോ ക്വാളിറ്റി മസ്റ്റ് ആയിട്ടുള്ള വേണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത്. പക്ഷെ നമ്മുടെ ജെറിം പ്രോ നിങ്ങളാരും കണ്ടു കാണത്തില്ല. നമ്മുടെ ജെറിം പ്രോ ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വ്ലോഗർക്ക് ഒരു മോട്ടിവേഷൻ തന്നത്. ജെറിം പറഞ്ഞാൽ അതേപോലെ ഒരിക്കലും ഇങ്ങനെ പോവരുത്. അതായത് ഇങ്ങനെ പോയാൽ ഓഡിയോ ക്വാളിറ്റി ഉറപ്പായിട്ടും വീക്കായിരിക്കും. സോ ഞാൻ കേൾക്കാതെ ചെയ്ത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേഴ്സാവും ഞാൻ വിചാരിച്ചില്ല. ഇത് ഞാൻ ഉദ്ദേശിച്ചേക്കാളും വേഴ്സായി പോയി. ഈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും ഭയങ്കര പതറലും അതും ഇതൊക്കെ, വലിയ ബേസി പഞ്ചി അങ്ങനെയൊന്നും സാധനമൊന്നുമില്ല. മിക്സൊക്കെ ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നിയത്. സോ ഇതിനകത്ത് എന്തായാലും ആംപ്ലിഫയർ എന്തായാലും ഞാൻ പറഞ്ഞാൽ എക്സ്റ്റൻഡ് ആഡ് ചെയ്തേ പറ്റൂ. അതിൻ്റെ ഇത് വന്നതിന് എന്തായാലും ഇട്ടേക്കാം. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ താല്പര്യമുള്ളവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആരെങ്കിലും ഇതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡയമണ്ട് 2K ഒറിജിനൽ സാധനമല്ല, ജസ്റ്റ് എനിക്കൊന്ന് ഫസ്റ്റോ സെക്കൻഡോ എന്തോ കോപ്പിയാണ്. ഫസ്റ്റ് കോപ്പിയൊക്കെ ആണെങ്കിൽ നല്ല ഒറിജിനൽ ക്വാളിറ്റി കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനൊക്കെ എനിക്കൊന്ന് 30,000 സംതിങ് അബൌട്ട് എന്തോ വരുന്നുണ്ട്. സോ അത്രയും കൂടിയൊന്നും വെക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഇതേ ഉള്ളായിരുന്നു. ഡിസ്പ്ലേച്ച് വലുത് വേണം, പിന്നെ ആ ഒരു ലുക്ക്, അതായത് ലുക്ക് കാര്യമല്ലെന്ന് മനസ്സിലായി. ഈ ഒരു റിങ് കണ്ടോ, ഈ റിങ്ങും ഈ ഒരു ഇതിൻ്റെ ഇതും കളറൊക്കെ മാച്ചാവുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതേ ഉള്ളൂ ഇന്നത്തെ രസം. മാസെങ്കിലും ചെറുക്കെങ്കിലും ഇറങ്ങിയായിരിക്കും. നമ്മുടെ ഡോർ സൈഡിൽ ഒരു ലൈറ്റ് വരുന്നത്, ഒരു ആംബിയൻ ലൈറ്റ് പോലെ താഴെ ചെറുതായിട്ട്, അതിൻ്റെ കൺട്രോൾ മൊത്തം പോയി. അങ്ങനെ ചില ഇഷ്യൂസൊക്കെ ഉണ്ട് ഇത് വെക്കുന്നുണ്ട്. അതായത് സ്റ്റോക്ക് വരുന്ന സാധനത്തിനകത്ത് ചില കൺട്രോൾസ് ഇല്ലേ, അതെല്ലാം പോയി. ഷോ ചെയ്യാം. അതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ആംബിയൻ ലൈറ്റ്. കുറച്ച് ഡാർക്ക് ആകുമ്പോൾ നല്ല രീതിയിൽ ഗ്ലോ ഒക്കെ നല്ല രസമാണ് കാണാൻ. ടെക്സ്ചറിനകത്ത് നല്ല ഗ്ലോ നല്ല രസമാണ് കാണാൻ. അങ്ങനെയൊക്കെ ഇതിൽ ചില കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗൈഡ് ലൈൻസ്, അതായത് നമ്മൾ റിവേഴ്സ് ഇരിക്കുമ്പോഴത്തേക്ക് സ്റ്റിയറിങ്ങിൻ്റെ കുറേ ഗൈഡ് ലൈൻസ് വരുത്തില്ലേ ബാക്ക് റിവേഴ്സ് ക്യാമറയ്ക്കകത്ത്, അത് നൈസിനൊക്കെ പോയി. ഇതിനകത്ത് ഇൻബിൽറ്റ് ഒരു സാധനം വരുന്നുണ്ട്, പക്ഷേ അത് സ്റ്റിയറിംഗ് സെൻസിറ്റീവ് അല്ലത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇനി വല്ല വയറ് വല്ലതും തിരിച്ച് കൊടുത്താൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ചോദിച്ചാൽ അറിഞ്ഞാൽ വെച്ച് സംതിങ് എന്തൊരു 2000 എക്സ്ട്രാ എന്തൊരു സാധനം വെച്ചാൽ മാത്രമേ എന്തൊരു സംഭവം പറഞ്ഞു. ഞാൻ പേര് ഞാൻ ജസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അത് വെക്കുവാണെങ്കിൽ ആ ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ റിവേഴ്സ് എടുക്കുന്നത് അത്ര വലിയ പാറൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ അത്ര വലിയ തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഇങ്ങനെയുള്ള ഈ തേർഡ് പാർട്ടി ആൻഡ്രോയിഡ് സീരീസ് ഒക്കെ വെക്കുമ്പോൾ. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേസ് വ്ലോഗ്. ഇനി ഒരു ആംപ്ലിഫയർ വെക്കുന്നുണ്ട്. എൻ്റെ വ്ലോഗ് ഇരുന്നതായിരിക്കും. ചിലപ്പോഴേ വെക്കാൻ സാധ്യതയുള്ളൂ, മോസ്റ്റ് വെക്കാൻ സാധ്യതയുണ്ട്. എന്നാലും വെക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ഇരുന്നതായിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേസ് വ്ലോഗ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. मुखी पाले पद्मनाभनि निन्निल पणिमते मुखी पाले